ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴം സുഖിയനാണ്. സാധാരണ എല്ലാവരും ചെറുപയർ കൊണ്ടല്ലേ സുഖിയൻ തയ്യാറാക്കുക. പക്ഷേ ഇത് പഴം കഴിക്കാൻ മടികാട്ടുന്ന പിള്ളേർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവർ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കും. അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പഴം സുഖിയൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് 1/4 കപ്പ് ചിരകിയ തേങ്ങയും 1/4 കപ്പ് അവലും 1 ടേബിൾ സ്പൂൺ കാഷ്യൂസും 1 ടേബിൾ സ്പൂൺ റൈസിൻസും. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനീയം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൂസായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് അവല് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായി കുഴച്ച് ഉരുണ്ട പിടിക്കാൻ പറ്റുന്ന പാകത്തിന് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഉരുണ്ട പിടിച്ചെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള സ്റ്റഫിങ്ങും ഇതുപോലെ ഉരുണ്ട പിടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മളുടെ മാവ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളായി മുക്കിയെടുത്ത് നല്ല ചൂട് എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി പഴം സുഖിയൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഇഫ്താർ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.